നമ്മുടെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോബിയുള്ളൊരു മനുഷ്യനാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു ഹോബിയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആൽബങ്ങളിൽ തന്നെ ഏകദേശം 500-ൽ പുറത്തായിട്ടുള്ള ആരാ ഉള്ളത്? സെലിബ്രിറ്റികളോ? ഒന്ന് പരിചയപ്പെടുത്തിക്കൂ. അതൊക്കെ കൈ വെച്ചോ, കുഴപ്പമില്ല. എൻ്റെ പേര് റിയാസ് എന്നാണ്. ഓക്കെ. ഞാനിവിടെ കൊല്ലത്തൊരു ഷോറൂമിൽ വർക്ക് ചെയ്യാണ്. സെയിൽസിൽ ഹോണ്ടയുടെ ഷോറൂമിൽ സെയിൽസ് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ എന്തുവാണ് മെയിനായിട്ടുള്ള ഹോബി? എന്തുവാണ് നമ്മുടെ വരുന്ന ഹോബി? എന്താ? സെലിബ്രിറ്റികളുടെ കൂടെ വേറെ ഒന്നുമല്ല, സെലിബ്രിറ്റികളുടെ കൂടെ ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമല്ല. ഇങ്ങോട്ടൊന്ന് അടുത്ത് വയ്ക്കുക പ്രയാസേ. അതായത് എടുക്കാൻ വ്യത്യസ്തമായിട്ടുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പോകണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെ എടുക്കുന്നതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ആ രീതിയിൽ തന്നെ എടുക്കുന്ന ഫോട്ടോസാണ് കൂടുതലും. ഓക്കെ. ഇപ്പോൾ എത്ര സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് എടുത്തു? ഏകദേശം ഒരു 500, ഒരു 500 എന്തായാലും ഫോട്ടോ ആയിട്ടുണ്ട് ഇതുവരെ. ആയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ലാലേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? ആണ്ട് ഇത് പഴയ റിയാസ് തന്നെയാണോ ഇത്? എൻ്റെ പല രീതിയിലുള്ള ഫോട്ടോസ് അതല്ല. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനും പിന്നെ 2 രീതിയിൽ ഗിന്നസിന് അപേക്ഷിക്കാൻ പോവുകയാണെന്ന് കേട്ടല്ലേ? ഗിന്നസിന് ഇത് കണക്ക് വേറെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. ഞാൻ ഗിന്നസിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കൊടുക്കണം. ഓക്കെ. അപ്പോൾ അതൊരു 10,000 ആവട്ടെ. ഇനിയിപ്പോൾ എല്ലാ സെലിബ്രിറ്റി സിനിമാ നടന്മാർ മാത്രം പോരാ, അത്യാവശ്യം എല്ലാവരും എടുക്കണം ഇനിയിപ്പോൾ അങ്ങോട്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ രസമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആൽബമൊക്കെ ഓരോന്ന് മറിച്ച് നോക്കിയപ്പോൾ ഇതിനകത്ത് ചില സെലിബ്രിറ്റികളൊന്നും ആരാന്ന് വലിയ റിയാസിനെ അറിഞ്ഞൂടല്ലേ? ആള് കൂടി പുറകെ ക്യാമറ ഉള്ളവരോടെ പോയി എടുക്കൂല്ലേ? അല്ല, അങ്ങനെയല്ല. മിക്കൊരു ആക്ടേഴ്സ് തന്നെ പെട്ടെന്ന് ഓർമ്മ വരത്തില്ല എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക്. അങ്ങനെ പറ്റുന്നതല്ല. അപ്പം നമുക്ക് സമയം കളയണ്ട. അപ്പം നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൽബം അല്ലേ? എത്ര വർഷമായി ഈ ഒരു ഹോബി തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10-14 വർഷമായി. ഓക്കെ. മാസം എത്ര ഫോട്ടോ എടുക്കും ഇതേപോലെ? മാസമല്ല, കണക്കിനെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുമ്പോൾ എടുത്തു പോകും, അങ്ങനെ അത്രേ ഉള്ളൂ. മമ്മൂട്ടി ഇവിടെ കൊല്ലത്ത് വന്നിട്ട് കണ്ടോ? മമ്മൂട്ടിയെ കണ്ടു. മമ്മൂട്ടി അടുത്ത് വെച്ച് കണ്ട്, കൊല്ലത്ത് സ്റ്റേജിന് അടുത്ത് വെച്ച് കണ്ട്. കണ്ട് നല്ലൊരു കണ്ട്. മമ്മൂട്ടിക്ക് മനസ്സിലായ? എന്തായാലും ഭയങ്കര ഭാഗ്യവാനായിട്ടോ. നമ്മളൊക്കെ അവിടെ ഇടി കൊണ്ടിട്ട് പോണ വീഡിയോകൾ കണ്ടല്ലോ. നമ്മൾ മമ്മൂട്ടിയൊന്നും കാണാൻ പറ്റില്ല, മമ്മൂട്ടിയെ കണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം അല്ലേ? അപ്പോൾ ഇത് എത്ര കൊല്ലമായിട്ട് തുടങ്ങി ഈ ഒരു ഹോബി? ഇത് ഏകദേശം ഒരു 10-14 വർഷമായി കാണും. കുറെ വർഷം കൊണ്ട് ഈ പരിപാടി ഉണ്ട് ഇങ്ങനെ. ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആൽബങ്ങൾ കുറച്ച് എല്ലാം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 എപ്പിസോഡ് വേണം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോബിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇനിയും നിങ്ങളുടെ കെയർ ഓഫിൽ ആരുടെയെങ്കിലുമൊക്കെ സെലിബ്രിറ്റിയുമായിട്ട് സെൽഫി ഒക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകാൻ വിളിച്ചാൽ മതി. ഏതെങ്കിലും അവസരം കിട്ടിയാൽ വിളിച്ചപ്പോഴേ പോകും. ഓക്കെ. അപ്പോൾ എന്താ ഫസ്റ്റ് നമ്മുടെ മമ്മൂക്കായുമായിട്ടുള്ള ഫോട്ടോ. അപ്പം ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് റാൻഡമായിട്ടൊന്ന് മറിച്ച് പോവാം അല്ലേ? അതുകൊണ്ട് ആ മമ്മൂട്ടി, അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടനായിട്ട് ഒരുപാട് ഒക്കേഷനിൽ വെച്ചെടുത്ത ഫോട്ടോസിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് മറിച്ച് പോവാം. നമ്മുടെ സുരേഷ് ഗോപി, പൃഥ്വിരാജ്, ദിലീപ്, പിന്നെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമിൽ അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ ടോവിനോ തോമസ് ഉണ്ട്. ദുൽഖറിൻ്റെ കൂടെ നല്ലോണം എടുക്കാൻ പറ്റിയില്ലല്ലേ? അതെന്ത്? ദുൽഖറിന് ഭയങ്കര സെക്യൂരിറ്റി ആണ്. ഭയങ്കര ഹെവി സെക്യൂരിറ്റി ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ആയിരുന്നു. മമ്മൂട്ടിയെക്കാളും സെക്യൂരിറ്റി ആണോ? ആ ടൈമിൽ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. കാണാൻ പോലും പറ്റില്ലായിരുന്നു. അത്ര ഇടി കൊണ്ട് മറ്റാണ് എടുത്തത് തന്നെ. ഫോട്ടോ ആണെന്ന് അറിയാൻ പറ്റുമല്ലോ. അത് വളരെ ബുദ്ധിമുട്ടി എടുത്തതാണ്. വേറെ ഒന്നുമില്ല, ദുൽഖറിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു രക്ഷയില്ല. അന്യായ ഫാൻസാരാ, ഒരു രക്ഷയില്ല. മമ്മൂട്ടിയെക്കാളും ഫാൻസ് ഉണ്ട് ദുൽഖറിനെ. അല്ല, ആ ടൈമിലുണ്ട്. മമ്മൂക്ക വേറെ ലെവലല്ലേ? മമ്മൂക്ക ദുൽഖറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. എന്നാലും കമ്പയർ ചെയ്യാം. ഒരു അപ്പായ്മോനാണ്. ഓക്കെ. അപ്പോൾ അതാ നമ്മുടെ ബിജു മേനോനുണ്ട്. അതേപോലെ തന്നെ ആസിഫ് അലി, ജയറാം, ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മനോജ് കെ ജയൻ, ഉണ്ണി മുകുന്ദൻ, സൈജു കുറുപ്പ്, നിവിൻ പോളി, മറിച്ചോ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഇന്ദ്രൻസ്. അതേപോലെ തന്നെ വേറൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് ഈ ഒരു ആൽബം ശരിക്കും ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴേ ഇവരുടെയൊക്കെ ആ ഒരു പ്രായമായ ഇപ്പോൾ ഷൈൻ നിഗത്തിൻ്റെയൊക്കെ ഇത്രയും ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഷൈൻ നിഗത്തിൻ്റെ അതല്ല, വേറൊന്നുമല്ല, സിനിമയിലെ ഫേസ് വ്യത്യസ്തമല്ല, മാറ്റമുണ്ടല്ലേ? ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റികൾ അപമര്യാദയായിട്ട് വല്ലതും പെരുമാറി? ഇല്ലില്ല, എല്ലാവരും നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ ആൾക്കാരുമായിട്ട് അവർ അനുവാദത്തോടെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് വരെ പ്രശ്നമൊന്നുമില്ലല്ലോ. ചോദിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അല്ലാതെ ആരെയും നമ്മൾ അടിച്ചേൽപ്പിക്കലല്ലോ. അവർ ഹാപ്പി ആയിട്ട് തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഇത് എടുക്കുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ കണ്ട സെലിബ്രിറ്റികളുടെ പുറകെയൊക്കെ നടക്കാൻ? അത് ഓരോ ആൾക്കാർ പറയാറുണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് വരാറുണ്ട്, നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരാറുണ്ട്. ഓരോരുത്തർക്കും വേറെ ഒന്നുമല്ല, ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഇപ്പം കോയിൻ കളക്ഷൻ ചെയ്യുന്നവരുണ്ട്, സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്നവരുണ്ട്. പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സെലിബ്രിറ്റികളുമായിട്ടും മാക്സിമം എടുക്കണം. എല്ലാ നടത്തിലും മാക്സിമം ആൾക്കാരായിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കും ഞാൻ എന്തായാലും. അതെന്തായാലും വേൾഡ് റെക്കോർഡ് കിട്ടും. വേൾഡ് റെക്കോർഡ് കിട്ടുന്ന സമയത്ത് നമ്മളൊരു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആൽബമായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ നമ്മുടെ കൊല്ലത്തുൾപ്പെടെയുള്ള എല്ലാ
അതായത് കേരളത്തിൽ. വണ്ടി വരെ കൊടുത്തു. ഓക്കെ, നമ്മുടെ ഹോണ്ടയിൽ വർക്ക് ചെയ്യാല്ലേ? ആ ഹോണ്ട വർക്ക് ചെയ്യാം. ഓക്കെ, റിയാസിൻ്റെ നമ്പറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഹോണ്ടയുടെ വണ്ടിയിൽ വല്ല റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ട്. പുതിയ ന്യൂസ് സെയിൽസ് അല്ലേ? ആ സെൽസാ നമ്മൾ കൊല്ലത്ത് തന്നെ കടപ്പാക്കട മുത്തൂറ്റ് ഹോണ്ടയിൽ. അപ്പം മുത്തൂറ്റിന് ഒരു ഈ പറയുന്നത് പോലെ ഒരു ഫ്രീ പ്രൊമോഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം എന്താ നമ്മുടെ ഡയറക്ടർമാരുമായിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ സിദ്ദീഖ്, അതേപോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് തീരത്തില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കുക. നമ്മുടെ ഹണി റോസ് ഉണ്ട്, അതേപോലെ തന്നെ പാട്ടുകാരുണ്ട്. നമ്മുടെ ലിയോയില നമ്മുടെ പയ്യനായിട്ട് നിന്ന് എടുത്തിട്ടുണ്ട്. അവൻ്റെ പേര് ഞാനങ്ങ് വിട്ടു. എന്താ അതിൻ്റെ പേര്? മാത്യു അല്ലേ? ഓക്കെ, അപ്പം ഒരുപാട് ഇതാണ്ട് പുതുമുഖങ്ങളും പഴയ മുഖങ്ങളും സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ആയിട്ടുള്ള നീണ്ട നിരയാണ്. അതാണ്ട് നമ്മുടെ മഞ്ജു വാര്യർ, അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ മേക്കപ്പ് ഇല്ലാത്തൊരു സെലിബ്രിറ്റി നമ്മുടെ ഈ പുള്ളിക്കാരിയായിരിക്കും. എന്താ പേര് പറഞ്ഞാലും നിമിഷ സജയൻ അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ എല്ലാവരുടെയും നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞാലും തീരത്തില്ല. ഓക്കെ, നമ്മുടെ ഹണി റോസുമായിട്ട് എല്ലായിടത്തും ഹണി റോസിന് എപ്പോഴും കാണാനല്ലേ? ഹണി റോസിന് വ്യത്യസ്ത വീടുകളിൽ പോയി എടുത്തിട്ടുണ്ടോ ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ? ഇല്ല, മമ്മൂക്കയുടെ വീട്ടിലേ പോയിട്ടുള്ളൂ. ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ പോയത് തന്നെ വലിയ സംഭവമാണ്. ഞാൻ പല ഇതിലും എത്ര മിനിറ്റ് മമ്മൂട്ടിയായിട്ട് വീട്ടിൽ ചെലവഴിച്ച്? ഒരു 15 മിനിറ്റോളം സംസാരിക്കാൻ പറ്റും മമ്മൂക്കായിട്ട്. മമ്മൂക്കായിട്ട് സംസാരിച്ച് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും അത്രയും ഹാർഡ് വർക്ക്. ഈ ഏറ്റവും ബുദ്ധിമുട്ടേറി പോയി സെൽഫി എടുത്ത ആരുടെ കൂടെയാ ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയുടെ അല്ല, അത്യാവശ്യം എല്ലാവരുമായിട്ടും ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സെൽഫി എടുത്ത് മാറും, അത്രേ ഉള്ളൂ. ചെന്ന് ചോദിക്കുമോ ലാലേട്ടാ ഒരു സെൽഫി പ്ലീസ് ലാലേട്ടാ? അല്ലല്ല, അങ്ങനെയല്ല. ദാസേട്ടൻ്റെ ഒപ്പം എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. നമുക്കിവിടെ തോന്നണ്ടേ, അങ്ങനെ ശ്രമിച്ചിട്ടില്ല വരാ. അല്ല, എല്ലാവരുമായിട്ട് അങ്ങനെ എടുക്കത്തില്ല. മനസ്സിൽ ഇഷ്ടം തോന്നുന്നവരുമായിട്ട് ഉറപ്പായിട്ടും എടുക്കും. എനിക്കിവിടെ തോന്നണം, എനിക്കിവിടെ തോന്നിയാൽ മാത്രമേ എടുക്കത്തുള്ളൂ. എന്തൊക്കെയാലും ഒരു വ്യത്യസ്തതാണ്. എന്തൊക്കെയാലും ഓരോരുത്തർക്കും ഓരോ ഹോബീസ് അല്ലേ. അപ്പം നമ്മുടെ റിയാസിൻ്റെ ഹോബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ ഇതാ ഒരുപാടുണ്ട്. ആണ്ടെ എത്ര ആൽബങ്ങൾ ഇത്? എത്ര കൊല്ലം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം അല്ലേ? അല്ല, ഇതിപ്പം പുതിയ ആൽബമാണ്. ഇപ്പം ഏകദേശം എല്ലാം കൂടി ഒരു 10-12 വർഷം കൊണ്ട് ആൽബങ്ങളെല്ലാം സൂക്ഷിക്കുന്നത്. 12 വർഷം കൊണ്ട് ഏകദേശം ഉണ്ട്. എല്ലാ സിനിമകളും കാണാറുണ്ടോ? ഒട്ടുമിക്ക സിനിമകളും കാണുന്നുണ്ട്. എല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടുമിക്ക സിനിമ കാണുന്നുണ്ട്. അപ്പോൾ റിയാസിൻ്റെ ആൽബം 1, 2, 3, 4, 5, 6 ഇല്ലേ? ഇതിനൊക്കെ ചിലവുണ്ടോ? ഇതൊക്കെ നല്ല ചിലവുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ല ചിലവെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്ന എമൗണ്ട് അല്ല, വലിയ എമൗണ്ട് ആവുന്നതാണ്. ഓക്കെ, നമ്മുടെ കല്യാണ ആൽബം ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല പിന്നെ അത്യാവശ്യം പൈസയൊക്കെ ചിലവാക്കിയ ഈ ഒരു വലിയൊരു ആൽബം ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 10-15,000 രൂപ ആവും അല്ലേ? 10-15 എല്ലാ ആഗ്രഹത്തിനും ചെയ്യുന്നതല്ലേ? ഓക്കെ, അപ്പോൾ അതാണ്ടേ ഇതിനകത്തൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി സ്പോർട്സ് താരങ്ങളുടെ എടുക്കണം കേട്ടോ റിയാസേ. സ്പോർട്സ് താരങ്ങളെയും കൂടെ എടുത്തു കഴിഞ്ഞാലേ ഒരു ഗുമ്മാവും. ഇതെല്ലാം ഒരുപാടുണ്ട്. നമ്മുടെ മരിച്ചുപോയ ഇന്നസെൻ്റ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേര് മൾട്ടി ടൈം ആൾക്കാരുമായിട്ട് എടുത്തിട്ടുണ്ടോ? ഇപ്പം വീണ്ടും സെലിബ്രിറ്റികൾ കാണുമ്പോൾ വീണ്ടും എടുക്കുമോ? ഇല്ല, റിപ്പീറ്റ് കുറവായിരിക്കും. അങ്ങനെ റിപ്പീറ്റ് വല്ല താല്പര്യമില്ല. പിന്നെ ആസിഫ് അലിയൊക്കെ ആയിട്ടാണ് ഒരു 2-3 പ്രാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട്. മഞ്ജു വാര്യരായിട്ട് എടുത്തിട്ടുണ്ട്. ആസിഫ് അലി എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും വീഡിയോ പറയുന്നതായിട്ട് മിണ്ടുന്നല്ല, എന്നെ അറിയാം എന്ന് തോന്നുന്നു. എന്റെ വിശ്വാസം അതാണ്. എന്നെ കൈ കാണിച്ചു 1 പ്രാവശ്യം കൈ കാണിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ, നമ്മളൊക്കെ അറിയണമെങ്കിൽ. ഇത് നിങ്ങളിങ്ങനെ ഈ പറയുന്നുണ്ടെങ്കിൽ ആള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ബിരുദന അമ്മയുടെ അത് പറയണോ ഞാൻ? ആ ട്രിക്കുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, എങ്ങനെ കയറുന്നത് ഇതൊക്കെയുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാ നടക്കത്തില്ല. എനിക്കിതുപോലെ കയറുന്ന അവസരം നടക്കത്തില്ല. വേറൊന്നുമല്ല, പാവപ്പെട്ടവന്റെ അവസരം നമ്മൾ ഇല്ലാതാക്കുന്നത്. ഭയങ്കര രസമുള്ള കഥകളാണ്. കഥകളൊക്കെ കേട്ട് ആ കഥ വേണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇനി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് പോയി എത്താൻ പറ്റുമെന്നുള്ളതാ. വേറൊന്നുമല്ല, അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ സംഭവം ആ സമയത്ത് വന്ന കാര്യങ്ങളൊക്കെയാണ്. അത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് പറയാത്ത. അങ്ങനെ ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലോ റിയാസിന്റെ ഫോൺ നമ്പറോ വിളിച്ചു കഴിഞ്ഞാൽ അതറിയിക്കാം. സ്പെഷ്യലായിട്ട് പറയാൻ കുഴപ്പമില്ല. ചാനലിലൊന്നും കൊടുക്കില്ല. ഇല്ല, ചാനലിൽ കൂടെ സമ്മതിക്കത്തില്ല അങ്ങനെയൊന്നും. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, അതൊക്കെ വളരെ രസകരമായ കഥകളായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ചിലവും ഉണ്ടല്ലേ? ഇപ്പം എങ്ങനെയാ ഈ സെലിബ്രിറ്റി ഹണ്ട് ചെയ്യുന്നത്? എങ്ങനെയാ അറിയുന്നത്? എങ്ങനെയാ ഉദ്ഘാടനങ്ങൾ നോക്കി വെച്ചാണ്? ഉദ്ഘാടനം അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് കിട്ടി കഴിഞ്ഞാൽ അപ്പോഴേ അത് അന്വേഷിക്കും. കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന ഇതെല്ലാം വീടുകളിലൊക്കെ പോയി നിൽക്കാറുണ്ടോ? വീടുകളിൽ പോയിട്ടില്ല. ആകെ പോയി മമ്മൂക്കയുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുള്ളൂ. ജയസൂര്യയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ ടൈമിലൊന്നും. ജയസൂര്യ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുത്തെ മുകേഷ് ഏട്ടൻ്റെ അടുത്ത് പോയിട്ടില്ല? നമ്മുടെ MLA ഇല്ല, പോയിട്ടില്ല ഇതുവരെ. പോയിട്ടില്ല, പോയിട്ട് 1-2 പ്രാവശ്യം ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ച സമയത്ത് എന്തോ മുകേഷ് ഏട്ടൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നെ ചിലപ്പോൾ ആ ഒരു എല്ലാവർക്കും ഏത് സമയത്ത്, പക്ഷേ ഞാൻ പോയി എടുത്തിട്ടുണ്ട്. പുള്ളി നല്ല എൻ്റെ സമയം മോശം കൊണ്ടായിരിക്കും ചിലപ്പം, പുള്ളിയുടെ ആയിരിക്കും ചിലപ്പം, സാഹചര്യത്തിൻ്റെ ആയിരിക്കും ചിലപ്പം. ഞാൻ എടുത്തില്ല തരാം.
വൈകാരിക കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ സെലിബ്രിറ്റി നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ്. അപ്പം ഈ വേറൊന്നുമല്ല, ഇപ്പം നമ്മളെ ഒരു സ്ഥലത്ത് തിരിച്ചറിയപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ചില സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാകും. ഇപ്പം നമ്മളൊക്കെ വെറും പുഴുക്കളാണ് എങ്കിൽ തന്നെയും നമ്മൾ ചില സമയത്ത് വിഷമിച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഓരോരുത്തർ വന്നിട്ട് നമ്മുടെ അടുത്ത് പരിചയം പുതുങ്ങുമ്പോൾ നമുക്കൊരു അപ്പം ചില സമയത്ത് അവരുടെ മൂഡ് ഓഫിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പം അതാ ആൽബങ്ങൾ കുറേ അധികം ഉണ്ട്. അപ്പം ഇത് നമ്മൾ നേരത്തെ കണ്ടേ അല്ലേ? ഇതിനകത്ത് 2 റെക്കോർഡുണ്ട്. വേൾഡ് റെക്കോർഡിന് കൊടുക്കുക. എന്താണെന്ന് അറിയാം, സെലിബ്രിറ്റിയും സ്വന്തമായിട്ട് ഇത്രയും കൂടുതൽ ഫോട്ടോ കാണത്തില്ല. ഈ ഫോട്ടോ എടുക്കുന്നവരാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണ്, പക്ഷെ ഒരു ആൽബമായിട്ട് സൂക്ഷിക്കുന്നവർ ഇല്ല, കുറവായിരിക്കും. എന്റെ ഓർമ്മയിൽ ആരെങ്കിലും കണ്ടിട്ടില്ല വരാ. ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ തോന്നുന്നു. അതെ, അല്ല നമ്മളിപ്പോ ചെയ്യുമ്പോഴേ പലരും ഇത് വട്ടം രീതി തന്നെ എപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു വട്ടമായിട്ടും തോന്നില്ല. എനിക്കിനി ആര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സ്വയം തോന്നുന്ന ഒരു സന്തോഷം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു 100-ൽ ഒരു ഈ പറയുന്ന ഒരു 75% ആൾക്കാർ ഒരു സെലിബ്രിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, യൂട്യൂബർമാരോട്ട് വരെ ഇപ്പോൾ എല്ലാവരും സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്. അതൊന്നും നിങ്ങളൊന്ന് കളിയാക്കരുത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ പോലെയും അതേപോലെ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. അതിനെക്കാളുമൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇറങ്ങാൻ പറയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് പല രീതിയിലും. അത് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങൾ സംഭവിച്ചു. നീ തമിഴ്നാട്ടിലോട്ടൊന്ന് ഇറങ്ങണം കേട്ടോ. ഉണ്ട്, തീർച്ചയായിട്ടും ഇറങ്ങുന്നുണ്ട്, കുഴപ്പമില്ല. തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ട് ഇനിയിപ്പം. ഓക്കെ, അപ്പോൾ എന്താ ആൽബങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാം സെലിബ്രിറ്റികളല്ലേ? രമേശ് പിഷാരടി, നീരജ് മാധവ്, പിന്നെ അതേപോലെ തന്നെ മിനി സ്ക്രീൻ ആർട്ടിസ്റ്റുകളും ഉണ്ടല്ലേ? ഉണ്ട്. ഇനി സ്പോർട്സ് പേഴ്സൺസിനെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ധനുഷുമായിട്ടുണ്ടോ? ധനുഷുമായിട്ട് ഇത് എവിടെ പോയി എടുത്തേ? ഇതൊരു പരിപാടിക്ക് എടുത്തതാ. ഇത് മഴ മനോരമയുടെ പരിപാടിക്ക് എടുത്തതാ. പിന്നെ തിരക്കിന്റെ ഇടയിൽ കിട്ടിയത് അതൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് പുള്ളി നമ്മുടെ അടുത്തൂടെ ഒന്ന് മിന്നി മാഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഫോട്ടോ എടുത്തിരിക്കും. ഓക്കെ, അപ്പം എന്താ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാനുള്ളവർക്ക് റിയാസ് വീട്ടിൽ തന്നു ഇവിടെ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇക്ക ഇത് വീട്ടിൽ കൊണ്ടുപോയി ഇക്ക എല്ലാം ഇരുന്ന് കാണുന്നു. അപ്പം എന്താ ഒരുപാട് ആൽബത്തിൽ ഒരുപാട് സെലിബ്രിറ്റികളുമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. എല്ലാം കൂടെ നമ്മൾ കാണിച്ച് ഈ പറയുന്നത് പോലെ മുഷിപ്പിക്കുന്നില്ല നിങ്ങളെ. എന്നാലും വ്യത്യസ്തമായിട്ടുള്ള എടുത്തു പറയാം ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ സെലിബ്രിറ്റി ആരുമായിട്ട് എടുത്തപ്പോഴായിരിക്കും? അത് മമ്മൂക്ക തന്നെ. എൻ്റെ മിണ്ടി സംസാരിച്ച് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം മമ്മൂക്കായിട്ട് എടുത്ത് പോട്ടെ. ഒരിക്കലും നടക്കത്തില്ല വിചാരിച്ച കാര്യമാണ് നടന്നത് തന്നെ. അതിൽ അതിയായ സന്തോഷം. ഇരുന്നാണോ സംസാരിച്ചത്? വീട്ടിൽ ഇരുന്നാണ്. മമ്മൂക്കയുടെ വീട്ടിലാണ് പോയത്, പനമ്പള്ളി നഗറില്. പുള്ളി പിന്നെ ഭയങ്കര ജാടയാണ്, നമ്മുടെ തിരിക്കാനൊന്നും പറയത്തില്ലെന്നുള്ള കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. മുതിർന്ന ഒരു തന്നെ മമ്മൂക്ക് നമ്മൾ സംസാരിച്ച് മമ്മൂക്ക നല്ല രീതിയിൽ അകത്തിരുത്തി സംസാരിച്ച് ഒരു 10-15 സാധാരണക്കാരനാണെന്നുള്ളൂ നമുക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. നമുക്ക് വലിയൊരു ആക്ടറായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയില്ല. പക്ഷേ മമ്മൂക്കെ കണ്ടപ്പോൾ ഷോക്കായി പോയി. ലാലേട്ടനും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ആക്ടേഴ്സ് ആരും വലിയ പ്രശ്നക്കാരൊന്നും അല്ല. അവരൊക്കെ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഹോളിവുഡിലും ബോളിവുഡിലും എല്ലാം റിയാസിന് പോയി എടുക്കാൻ സാധിക്കട്ടെ വീഡിയോ. അപ്പം സെൽഫി എടുക്കാൻ സാധിക്കട്ടെ. അത് ആൽബങ്ങളിലാക്കട്ടെ. അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് 1000 എന്നുള്ള കൗണ്ട്. ആൽബങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ എന്താ ഒരുപാട് ആൽബങ്ങൾ. ഇത് മറിച്ച് കാണിക്കാത്ത ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മറിച്ച് കാണിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്താ ഒരുപാട് ഈ പറയുന്നത് പോലെ ഫോട്ടോസ് ഇതാ പല സെലിബ്രിറ്റികളുമായിട്ട് എടുത്തതിൻ്റെ ഇഷ്ടം മാതിരി ഫോട്ടോസ് ഉണ്ട് ഇല്ലേ? എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വായിൽ വെള്ളം പറ്റും, അത്രത്തോളം ഉണ്ട്. നിങ്ങൾക്കിതാ ഈ കാണുന്നതിൽ എല്ലാവരുടെയും ഷൈൻ നിഗത്തിൻ്റെയൊക്കെ അതാണ്ട് കുഞ്ഞിലുള്ള ഫോട്ടോ, വിവേക് ഒബ്രോയ്, സണ്ണി വെയിൻ, അതേപോലെ തന്നെ ഒരുപാട് മിനി സ്ക്രീൻ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ ഡയറക്ടർ ദിലീഷ് പോത്തൻ, അങ്ങനെ ഒരുപാട് പേരുമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇനി റിയാസിന് ഏതെങ്കിലും സെലിബ്രിറ്റിയായിട്ടൊക്കെ ബന്ധമുള്ളവർ കോൺടാക്ട് ചെയ്താൽ പോയി എടുക്കും, ഫോട്ടോ എടുക്കൂല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ റിയാസിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയം ആ ഒരു ഗിന്നസ് വേൾഡ് ഒരു 1000 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കറിയാമല്ലോ ഏതൊക്കെ കാറ്റഗറിയിലാണെന്നറിയോ ഗിന്നസിൽ ഈ പറയുന്നത് പോലെ. നോക്കിയിട്ടില്ല, നോക്കണം അങ്ങോട്ടൊന്ന്. ഇതൊക്കെ തീർച്ചയായിട്ടും നടക്കട്ടെ. അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ റിയാസ് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു.